ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് റസാസി റംസ് അൽ റസാസി 9325 എന്ന പെർഫ്യൂമാണ്. ഇത് കുറെ പേർക്കൊക്കെ കണ്ട് പരിചയമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ക്രീഡ് അവന്റസ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് റസാസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണത്. സോ അത് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 2010 ക്രീഡ് അവന്റസ് വന്നത്. അത് വലിയൊരു എന്താ പറയാ പെർഫ്യൂം ഇൻഡസ്ട്രി തന്നെ അതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ക്രീഡ് അവന്റസ് എന്നുള്ളത്. സോ അതിന്റെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് 50 ml അവൈലബിൾ ആയിട്ടുള്ളത്. 50 ml 2700 റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് പെർഫ്യൂം. ഇവിടെ ഇങ്ങനെ ഒരു സെബ്രാന്റെ ഒരു ചിത്രമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. ഓക്കെ, സോ റംസ് അൽ റസാസി സാധനം നല്ല സ്ലിം ആയിട്ടുള്ള ഒരു പെർഫ്യൂം. റസാസിന്റെ ലോഗോ ഉണ്ട് ഇവിടെ, പക്ഷെ അത്ര കാണൂല. അപ്പോ ഇങ്ങനെയാണ് പെർഫ്യൂം ഉള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ക്യാപ്പ് വരുന്നത്. ക്യാപ്പ് ഒരു റെക്ടാംഗിൾ ഷേപ്പില്. ആറ്റമൈസർ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ആറ്റമൈസർ ക്വാളിറ്റി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇത് ക്രീഡ് അവന്റസ് ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പെർഫ്യൂംസിൽ പെട്ടതാണ്. നമ്മള് മോൺബ്ലോങ് എക്സ്പ്ലോറർ ഒക്കെ പറഞ്ഞ പോലെ കുറെ നാൾ മുന്നേ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ക്രീഡ് അവന്റസ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ക്രീഡ് അവന്റസ് ആ ഒരു പൈനാപ്പിൾ ഫ്രൂട്ടി ആയിട്ടാണ് വന്നത്. പിന്നീടാണ് അവരൊരു സ്മോക്കി ബാച്ചിലേക്ക് അങ്ങനെ മാറിപ്പോയത്, ലെതറി സ്മോക്കി ഒക്കെ ആയിട്ട്. ഇവിടെ ആക്ച്വലി ക്രീഡിന്റെ ആ ഒരു ഫ്രൂട്ടി ബാച്ച് ആയിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് തന്നെ ഭയങ്കര ഒരു പൈനാപ്പിൾ ഒരു ബ്ലാസ്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ബ്ലാസ്റ്റ്, അതാണ് ഇതിന്റെ ഓപ്പണിങ്. അതായത് ഫ്രഷ്നെസ് ഉണ്ട്, നമ്മുടെ എല്ലാ ഒരുവിധം സിട്രസ് നോട്ട്സ്, ബർഗമോട്ട്, ലെമൺ അങ്ങനത്തെ പോലത്തെ ഫ്രഷ്നെസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പൈനാപ്പിളിന്റെ ഫ്രാഗ്രൻസ്, അതാണ് ഇതിന്റെ ഓപ്പണിങ്ങില്. അത് ഒരിത്തിരി ചെറുതായിട്ട് വേറെ എന്തൊക്കെയോ കുറച്ചും കൂടി ഫ്രൂട്ട്സ് അതിന്റെ കൂടെ, ഒരു പെയറിന്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് ഫ്രൂട്ട്സിന്റെ, അതായത് അത്ര ഒരു ഹാർഡർ അല്ലാത്ത കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രാഗ്രൻസ് ഇതിലുണ്ട്. ചെറുതായിട്ട് പ്ലം പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. ചില ഫ്രൂട്ടി ഫ്രാഗ്രൻസസ് വരുന്ന പെർഫ്യൂംസ് നമുക്ക് കിട്ടുന്ന പോലത്തെ കുറച്ച് ഫ്രൂട്ടി വൈബ് ഇവിടെ വരുന്നുണ്ട്. അത് ഒരു ഇത്തിരി ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ആണ് കിട്ടുന്നത്. ക്രീഡ് അവന്റസ് നിന്ന് കിട്ടാറുള്ള വൈറ്റ് ഫ്ലോറൽ. ക്രീഡിന്റെ ചില ഇൻസ്പയർഡ് വേർഷൻസിൽ ആ ഒരു മസ്കി നോട്ട്സ് ഒക്കെ വരാറുണ്ട്. അത് പക്ഷേ ഇവിടെ ഇല്ല. ഇവിടെ ആ ഒരു വൈറ്റ് ഫ്ലോറൽ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആ വൈറ്റ് ഫ്ലോറൽ അഥവാ നമ്മുടെ ലില്ലി ഓഫ് ദി വാലി, ജാസ്മിൻ, ഇങ്ങനത്തെ ഒക്കെ ഫ്രാഗ്രൻസുകളാണ് അതിൽ കിട്ടുക. അത് ഒന്നും കൂടിയും ഡ്രൈ ഡൗൺ ചെയ്ത് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ക്രീഡിൽ നിന്ന് കിട്ടാറുള്ള പെച്ചോളി, ആംബർഗ്രി, ഇത്തരം ഫ്രാഗ്രൻസുകൾ, ചെറുതായിട്ടൊരു ഊട്ടി ഫ്രാഗ്രൻസ്, പിന്നെ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബ്. ഇതിന്റെ ഉള്ളിൽ എവിടേക്കോ ചെറുതായിട്ട് ഒരു പെപ്പറിന്റെ ഫ്രാഗ്രൻസും വരുന്നുണ്ട്. അതായത് ഇനീഷ്യലി തന്നെ ചെറിയ രീതിയിൽ ഒരു പൈനാപ്പിൾ പ്ലസ് പെപ്പർ, നമ്മൾ പൈനാപ്പിളിന്റെ മേലെ പെപ്പർ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ്, നല്ല പഴുത്ത പൈനാപ്പിളിൽ നിന്ന് അങ്ങനത്തെ ഒരു വൈബ് ഇതിന്റെ തുടക്കത്തിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഈ പെർഫ്യൂമിൽ മൊത്തത്തിൽ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്പയർഡ് വേർഷൻ ഓഫ് ക്രീഡ് അവന്റസ് എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു പെർഫ്യൂമ്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതില് ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് ഈ പെർഫ്യൂം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അപ്ലൈ ചെയ്തപ്പോഴേക്കുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാല്, നമ്മളൊരു പൈനാപ്പിൾ ഫാക്ടറിയിലൊക്കെ ചെന്ന പോലത്തെ ബീസ്റ്റ് മോഡായിട്ട് നമ്മൾ കരുതും ഈ പെർഫ്യൂം വിൽ ലാസ്റ്റ് എവർ എന്നുള്ളത്. അങ്ങനത്തെ രീതിക്കുള്ള ഒരു ബ്ലാസ്റ്റ് ആണ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത് ഇതിന്റെ തുടക്കത്തിൽ. പക്ഷെ അതൊരു 15-20 മിനിറ്റ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരിത്തിരി ഒന്ന് കാം ഡൗൺ ആയിട്ട് പിന്നെ അങ്ങനെയാണ് അത് പോകുന്നത്. എനിക്കത് പ്രൊജക്ഷൻ ആയിട്ട് തോന്നിയത് ഒരു 1 to 1.5 hours വരെ മാക്സിമം അത്രേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഒരിത്തിരി കൂടുതൽ അപ്ലൈ ചെയ്താലൊക്കെ ഒരു 1.5 hours വരെ പോകും, അല്ലെങ്കിൽ 1 hour ലെവലിലേ ഇതിന് പ്രൊജക്ഷൻ ഉള്ളൂ. പക്ഷെ ആ ഇനീഷ്യൽ 15 minutes പ്രൊജക്ഷൻ എന്നല്ല പറയാൻ പറ്റുക, അത് അതിനും മേലെ കിടക്കുന്ന ഒരു ബ്ലാസ്റ്റ് ആണ് ആ സംഭവം. പക്ഷെ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ഒരു പ്രൊജക്ഷൻ വരുന്നത്. പിന്നെ ഇത് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അത്
1 day ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത പർട്ടിക്കുലർ പെർഫ്യൂം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതൊരു 4 to 5 hours വരെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്തിട്ടാണ് 5 hours വരെ കിട്ടുന്നത്. ബോഡിയിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 hours വരെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡ്രസ്സിൽ നമ്മൾ കോട്ടൺ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ 5 hours വരെയും പോകുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ പെർഫോമൻസ് തോന്നിയത്. ക്വാളിറ്റി വൈസ് നമുക്ക് 100 കൊടുക്കാൻ പറ്റിയ നല്ല വൈബുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ക്രീഡ വെൻഡസ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ക്രീഡിന്റെ ഇനീഷ്യൽ ബാച്ചസ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ്. ഇതിന്റെ ഈ പെർഫ്യൂമിന്റെ ഒരു മെയിൻ ഹൈലൈറ്റും ആക്ച്വലി ആ ഫ്രാഗ്രൻസ് തന്നെയാണ്. പക്ഷേ ഈ പെർഫ്യൂമിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഇത് 50 ml മാത്രമാണ് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത് ഈ 50 ml 2700 റേഞ്ചിൽ പ്രൈസും വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ വേറെ വലിയ സൈസ് ഒന്നും അവൈലബിൾ അല്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ഒരു 4000 ഉള്ളിലൊക്കെ നിന്നേനെ. പക്ഷെ ഇത് അങ്ങനെ ഒരു സൈസ് ഒന്നും കാണുന്നില്ല. ഈ ഒരു എന്താ പറയാ സൈസിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. നിങ്ങളൊരു ഹാർഡ് കോർ ക്രീഡ വെൻഡസ് ഫാൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീഡിനെ ഒരു കൺസിസ്റ്റന്റ് അല്ലാതെയാണ് പ്രൊഡക്ട്സ് കൊണ്ടുപോകുന്നത്. പല ബാച്ചുകളും പല രീതിയിലാണ് വരുന്നത്. നമ്മൾ ഈ റോൾസ് റോയ്സിന്റെ കാർ എല്ലാവർക്കും പല രൂപത്തിൽ കിട്ടുന്ന പറഞ്ഞ പോലെ ക്രീഡിന്റെ ഓരോ ബാച്ചുകളും നമ്മൾ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ക്രീഡിന്റെ ഒരു കളക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ക്രീഡിന്റെ ഓരോ ബാച്ചുകൾ വെച്ചിട്ട് എന്ന പോലെ ക്രീഡ വെൻഡസിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് കയ്യിൽ കരുതാൻ പറ്റിയ ഒരു സംഗതിയാണത്. അപ്പോൾ എന്താ പറയാ, ക്രീഡ വെൻഡസിന്റെ ഒരു ഫ്രാഗ്രൻസ് ഒരുവിധം ഇപ്പൊ ഇന്ന് വേൾഡിലെ ഏറ്റവും അധികം ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഇറങ്ങുന്നതും ക്രീഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. എല്ലാവർക്കും അതെന്താണെന്നുള്ളത് അറിയുകയും ചെയ്യും. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. എൻ്റെ ഒപ്പീനിയനിൽ നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ നല്ലൊരു വൈബ്, ഒരു പൈനാപ്പിൾ വൈബ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്തരം സംഗതികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പെർഫ്യൂം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.